നമസ്കാരം. ഞാൻ നൗഷാദ് മുഹമ്മദ് കുഞ്ഞ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് തിയേറ്റർ ആർട്സ്, എസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. പ്രൊഫസർ എസ് രാമാനുജൻ സാറിൽ നിന്ന് കിട്ടിയ മറക്കാനാകാത്ത നാടക അഭിനയ പരിശീലന അനുഭവങ്ങൾ, ഏറെ ലാളിത്യം നിറഞ്ഞ ഒത്തിരി സ്നേഹമുള്ള സാറിനെ ഓർക്കുമ്പോൾ, ഇസ്തിരിയിട്ട തൂവുള്ള വേഷം, ചിലപ്പോൾ മുണ്ടും ജുബയും, ചിലപ്പോൾ പൈജാമയും ജുബയും, ചീകിയൊതുക്കിയ വെളുത്ത നീളൻ തലമുടിയും, മനസ്സ് തുറന്നുള്ള ആ പുഞ്ചിരിയും, എപ്പോഴും വളരെ ഊർജ്ജസ്വലനോടെ കാണുമ്പോൾ മോനെ എന്നു അല്ലെങ്കിൽ എൻ്റെ അരുമ ശിഷ്യൻ എന്നുള്ള തമിഴും മലയാളവും കൂട്ടിക്കലർത്തിയുള്ള മധുരമായ ശബ്ദവും, പിതൃവാത്സല്യത്തോടെ സ്നേഹത്തോടെയുള്ള ആ തലോടലും എല്ലാം രാമാനുജൻ സാറെന്ന ആ മഹാവ്യക്തിത്വത്തെ ഏറ്റവും പെട്ടെന്ന് ഓർമ്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. തിയേറ്റർ ഓഫ് ദ റൂട്ട്സ് മൂവ്മെന്റിൽ അന്വേഷണത്തിന്റെ പാതയിൽ 1967 കാലഘട്ടത്തിൽ ഉത്ഭവിച്ച മഹത്തരമായ നാടകക്കളരി എന്ന സംരംഭം, ആ പ്രസ്ഥാനത്തിന് പ്രത്യേകിച്ച് സദേൺ റീജിയണിൽ മുൻനിരയിൽ നേതൃത്വം നൽകിയ പ്രഗത്ഭരായ ആധുനിക നാടക സംസ്കാരത്തിന്റെ പണ്ഡിതന്മാരിൽ ഒരാളും, നാടക പഠനം അക്കാദമി തലത്തിലേക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ വേണ്ടുന്ന ഉചിതമായ ഒരു സിലബസും അല്ലെങ്കിൽ പാഠ്യപദ്ധതിയും അതിൻ്റെ പഠനക്രമങ്ങളും എങ്ങനെയാകണമെന്നും, നാടകത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും, സംവിധാനം, ദീപവിധാനം, ചിൽഡ്രൻസ് തിയേറ്റർ റിസർച്ച് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ധാരാളം സംഭാവനകളും അറിവുകളും നൽകിയിട്ടുള്ള നവീന നാടക സങ്കല്പത്തിന്റെ ആ സംസ്കാരത്തിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളാണ് സ്നേഹദൂതനായ നമ്മുടെ രാമാനുജൻ സാർ. പലപ്പോഴും സാറിനെ ഞാൻ കണ്ടിട്ടുള്ളത് തിയേറ്റർ വർക്ക്ഷോപ്പ്, ഫെസ്റ്റിവൽ, സെമിനാർ അല്ലെങ്കിൽ കോൺഫറൻസ് അങ്ങനെയുള്ള അവസരങ്ങളിലാണ്. വളരെ ശാന്തനും വളരെ സജീവവുമാണ് എപ്പോഴും. 1993 തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് സാറിനെ ആദ്യമായി കാണുന്നതും സാറിൻ്റെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കിട്ടുന്നതും അതൊരു വലിയ ഭാഗ്യമായി, അനുഗ്രഹമായി ഞാൻ കാണുന്നു. സാറിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്തെന്നാൽ, വളരെ ലളിതമായി നാടക അറിവ് പറഞ്ഞു തരാൻ കഴിവുള്ള സാറിൻ്റെ ആ മഹാ വ്യക്തിത്വത്തെ തന്നെയാണ്. നാടക സംബന്ധിയായുള്ള പരിശീലനങ്ങളും സിദ്ധാന്തങ്ങളും അതിനോടനുബന്ധിച്ചുള്ള എഴുത്തുകളും ആ സംസ്കാരത്തെ അറിയാൻ എന്നെ പ്രേരിപ്പിച്ചിരുന്നു. അക്കാലത്ത് പ്രസിദ്ധീകരിച്ചിരുന്ന കാലഘട്ട യൂണിവേഴ്സിറ്റിയുടെ രുചി എന്ന ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആ സമയത്തുണ്ടായിരുന്നു. ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് അറിയില്ല. അതുപോലെ രംഗാവതരണം, ഒരു നീല ബൈൻഡുള്ള ഒരു ബുക്ക് അവിടെ ഉണ്ടായിരുന്നു, രംഗാവതരണം. അതിൽ സാറ് ദീപവിധാനത്തെ കുറിച്ച് ഉള്ള വിശദമായ അറിവുകൾ പകർന്നു തന്നിരുന്നു. അങ്ങനെ ഒരു നാടക വിദ്യാർത്ഥി എന്ന നിലയിൽ ആദ്യത്തെ അറിവുകളായിരുന്നു ഈ ബുക്കുകളിലൂടെ അല്ലെങ്കിൽ സാറിന്റെ കാഴ്ചയിലൂടെ നമുക്ക് കിട്ടിയിരുന്നത്. ഈ അവധിക്കാലം ഞാൻ കേരളത്തിലെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ ആദ്യകാല നാടക അനുഭവങ്ങളുടെ ശേഖരത്തിൽ നിന്നും ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ തൃശ്ശൂരിൽ പഠിച്ചിരുന്ന കാലത്തെ ഒരു റെക്കോർഡ് ബുക്ക് കിട്ടിയിരുന്നു. ക്ലാസ് മുറിയിലെ പ്രതിദിന പഠനാനുഭവങ്ങൾ എഴുതുന്ന ഒരു ശീലം എന്നുണ്ടായിരുന്നു. അന്നത്തെ സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടറായിരുന്ന പ്രൊഫസർ വയലാ വാസുദേവൻപിള്ള സാർ നമ്മളോട് പറഞ്ഞിരുന്നു, ഏതൊരു പരിശീലന മുറകളും ക്ലാസ് അനുഭവങ്ങളും എഴുതുന്ന ശീലം ഉണ്ടാക്കിയെടുക്കുക. അതൊരു വലിയ ഉപദേശമായിരുന്നു. അതിനോടനുബന്ധിച്ചിട്ട് മാസ്റ്റേഴ്സിന്റെ ക്ലാസ് ആയിരുന്നാലും സീനിയേഴ്സിൻ്റെതായിരുന്നാലും അതല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ക്ലാസ് ആയിരുന്നാലും എഴുതുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതിയ കുറേ പേജുകളിൽ നിന്ന് 1-2 പേജ് ഞാൻ വായിക്കാൻ ശ്രമിക്കാം. തഞ്ചാവൂർ യൂണിവേഴ്സിറ്റിയിൽ ഡ്രാമ ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസറായ എസ് രാമാനുജൻ സാറിന്റെ നാടക പഠനത്തെക്കുറിച്ചുള്ള ശില്പശാല 22/11/93 രാവിലെ 10:30 ആരംഭിച്ചു. സ്കൂൾ ഓഫ് ഡ്രാമയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ രാമചന്ദ്രൻ മുഖേരി സാർ ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി. രാമാനുജൻ സാർ ശങ്കരപിള്ള സാറിനോടൊപ്പം തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിലെ മുൻകാല അധ്യാപകന്മാരിൽ ഒരാളായിരുന്നു. 15-ാം തീയതി മുതൽ ശില്പശാല ചെയ്യാമെന്ന് അറിയിച്ച് തിരിക്കും മുമ്പ് കള്ളന്മാരുടെ ആക്രമണത്തിൽപ്പെട്ട് തുടർന്നുള്ള 5 ദിവസം വരെ ഹോസ്പിറ്റലിലായിരുന്നു. മുറിവുകളുടെ പാടുകൾ മുഖത്ത് കാണാമായിരുന്നു. ശാരീരികമായും മാനസികമായും ക്ഷീണം
അനുഭവിച്ചിട്ടുള്ള അദ്ദേഹത്തിൽ അത് സ്പഷ്ടമായി കാണാൻ കഴിഞ്ഞെങ്കിലും അവയൊന്നും വകവയ്ക്കാതെ വളരെ ഉത്സാഹത്തോടെയാണ് ക്ലാസ് ആരംഭിച്ചത്. ശാരീരികമായുള്ള വ്യായാമം തന്നുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. നാടകം ചെയ്യുന്നതിന് മുൻപായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് കടന്നു. അതിനായി ആദ്യം നടനെന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ഗുണം, ക്വാളിറ്റി, അടിസ്ഥാനപരമായിട്ടുള്ള ബോധം, ബേസിക് സെൻസിങ്. ഞാൻ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്, ബേസിക്കലി സെൻസിങ്. ഇത് നടൻ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഉദാഹരണത്തിന് അദ്ദേഹം അപ്പോൾ നൽകിയ ഫിസിക്കൽ എക്സസൈസ് തന്നെ എടുക്കാം. 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ വിളിച്ച് സ്വയം കണ്ണ് കെട്ടിച്ച് ഒരു വ്യക്തിക്ക് കൂടെ പോകാൻ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ ഒരാളെ സഹായിയാക്കി പുറമെ കൊണ്ടുപോകുക, അതായത് ക്ലാസ് റൂമിന് പുറകെ കൊണ്ടുപോകുക. അതിനുശേഷം നിശ്ചയിച്ചുള്ള സ്ഥലം എത്തുമ്പോൾ സഹായി അദ്ദേഹത്തെ പിന്തുടരും. എന്നാൽ കണ്ണ് കെട്ടിയ വ്യക്തി പരസഹായം കൂടാതെ തന്നെ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുകയും വേണം. ഈ സമയം അദ്ദേഹത്തിന് വന്ന് ഭവിച്ചേക്കാവുന്ന വൻ തടസ്സങ്ങൾക്ക് മാത്രമേ സഹായിയുടെ ആവശ്യം വേണ്ടി വരുത്താവൂ എന്ന് നിർദ്ദേശവും കൊടുത്തിരുന്നു. അതുപ്രകാരം 2 ഡയറക്ടർ സ്റ്റുഡൻസും 2 ആക്ടേഴ്സും ഓരോരോ സഹായികളോടൊപ്പം പോയി വളരെ നേരത്തെ പുറം സന്ദർശിച്ചു കഴിഞ്ഞ് പറഞ്ഞ മാതിരി തിരിച്ചു വന്നു. തിയേറ്ററിൽ നിന്നിരുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും സ്പർശന ശക്തിയിലൂടെ തിരിച്ചറിയാൻ ശ്രമിച്ചു. ചില സന്ദർഭങ്ങളിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതിനുശേഷം കണ്ണിലെ കെട്ടഴിച്ച് തെറ്റ് മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങൾ ഓരോരുത്തരോടും വർണ്ണിക്കാൻ പറയുകയും ചെയ്തു. അങ്ങനെ പോകുന്നു ആ പരിശീലന ക്രമത്തിന്റെ ചെറിയ അനുഭവപ്പെടുത്തുക. ഇത് പറയാൻ കാരണം, ക്ലാസ് റൂമിന്റെ പുറത്തുനിന്ന് കണ്ണുകെട്ടി മണ്ണും മരങ്ങളും ചെളിയും കുഴിയും നടപ്പാതയും തിട്ടകളും പടികളും താണ്ടി നമ്മെ സഹായിക്കുന്ന സീനിയറായ വിദ്യാർത്ഥികൾ, നമുക്ക് കരുതലോടെ വഴികാട്ടിയായവർ ഉപദേശവും സൂക്ഷിച്ചുകൊണ്ടും മാർഗനിർദ്ദേശങ്ങളും നൽകി സുരക്ഷിതമല്ലാത്ത പുറം ലോകത്തു നിന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക്, അതായത് ക്ലാസ് റൂമിലേക്ക് കൊണ്ട് എത്തിക്കുമ്പോൾ ആ അനുഭവത്തെക്കുറിച്ച് പറയുകയും അതിലൂടെയുള്ള അറിവ് വിശദമായി പറയൽ, ഓർമ്മയിൽ സംഭവങ്ങളെ ഓർത്തെടുക്കുന്ന രീതി, പറയുന്ന രീതി, വാക്കുകൾ, സംഭാഷണങ്ങളെല്ലാം സ്പേസ് ബോഡി അവയർനെസ് അല്ലെങ്കിൽ സ്ഥലം, ശരീരം, അവബോധം എന്ന എക്സ്പീരിയൻസിലൂടെ വിശദമായി നരേറ്റ് ചെയ്യുമ്പോൾ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു വിഷ്വൽ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഒരു സെൻസ് അല്ലെങ്കിൽ ഒരു ദൃശ്യബോധം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത്. അത് പിന്നീടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. ആ സാറ് പറഞ്ഞു തരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവവും പിന്നെ അത് ഓർത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു തലവും വളരെ വലുതാണ്. അതുപോലെ തന്നെ ജി ശങ്കരപിള്ള സാറിന്റെ അരുമശിഷ്യനായ അധ്യാപകനും നാടക സ്നേഹിയുമായ കൊച്ചുനാരായണപിള്ള സാറിന്റെ വെഞ്ഞാറമൂടിലുള്ള കേരളത്തിൽ രംഗപ്രഭാത തിയേറ്റർ, ഒരു ചിൽഡ്രൻസ് തിയേറ്റർ ഉണ്ട്, 1970 സ്ഥാപിച്ചു. ആ കുട്ടികളുടെ നാടകവേദിയിൽ ഈ ഇടയ്ക്ക് പോകാൻ ഒരു അവസരമുണ്ടായി. 1993-95 ഞാനൊരിക്കൽ രാമാനുജ സാറിന്റെ രംഗപ്രഭാതിലെ കുട്ടികളുടെ, രാമാനുജ സാറിനോടൊപ്പം രംഗപ്രഭാതിലെ കുട്ടികളുടെ ശില്പശാലയിൽ സാറിനെ സഹായിയായി കൂടി. കുട്ടികളോടൊത്തുള്ള കളിയും ചിരിയും തമാശയും ആട്ടവും പാട്ടും കഥ പറച്ചിലൂടെയുള്ള കുഞ്ഞു നാടകാനുഭവങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ കടന്നുപോയതുപോലെ തന്നെ എനിക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാമാനുജ സാറിന്റെ മനസ്സിന്റെ, നാടക മനസ്സിന്റെ ലാളിത്യത്തിന്റെ അടയാളമാണ് രംഗപ്രഭാതിലെ രാമാനുജൻ സ്റ്റുഡിയോ. അത് തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഒരു രാമാനുജൻ സ്റ്റുഡിയോ ഉണ്ട്, രാമാനുജൻ സാറിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റുഡിയോ ഉണ്ട്. ഇവിടെ രംഗപ്രഭാതിലെ രാമാനുജൻ സ്റ്റുഡിയോ എന്ന സ്പേസ്, അത് ആ ഒരു സ്പേസിൽ രാമാനുജ സാറിന്റെ ഒരു പ്രസൻസ് നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. അവിടെ രാമാനുജ സാറിന്റെ ശിഷ്യനായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പാസ് ഔട്ടും തൃശ്ശൂർ സ്കൂൾ ഓഫ് ഡ്രാമ പാസ് ഔട്ടും അതുപോലെ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡോക്ടറേറ്റും നേടിയ ഡോക്ടർ അഭീഷ് ശശിധരന്റെ നേതൃത്വത്തിൽ ചിട്ടപ്പെടുത്തിയ രംഗപ്രഭാതിലെ കുഞ്ഞുമക്കൾ ചെയ്ത പട്ടങ്ങൾ, ഡ്രോപ്സ്, അഡ്വഞ്ചേഴ്സ് ഓഫ് ദ ലിറ്റിൽ ആൻസ് എന്ന് പറയുന്ന നാടകങ്ങളുടെ ചെറിയ ഭാഗങ്ങൾ ഞങ്ങളുടെ ഫാമിലിക്ക് മുമ്പായി ആ കുട്ടികൾ അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം, ആ കുഞ്ഞുങ്ങളുടെ അവതരണവും നിഷ്കളങ്കതയും ലാളിത്യവും പിന്നെ അഭീഷ് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രീതിയും എല്ലാം ആണ് സാറ് നമുക്കും പകർന്നു തന്നത് എന്ന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തിയിരുന്നു. കൊച്ചുനാരായണപിള്ള സാറിന്റെ മകളും രംഗപ്രഭാതിന്റെ ചീഫും അതിന്റെ ഡയറക്ടറുമായ KS ഗീതയാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു അവസരം ഒരുക്കുന്നത്. അത് വലിയൊരു നേട്ടമായി ഞാൻ കാണുന്നു.
ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തിയേറ്റർ ആർട്സിൽ രാമാനുജൻ സാറിന്റെ കോൺട്രിബ്യൂഷൻ അതുപോലെ വളരെ അതുല്യവും എപ്പോഴും ഓർക്കപ്പെടുന്ന ഒന്നുമാണ്. തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും എപ്പോഴും നമ്മൾക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും കിട്ടിയിരുന്നു. അതൊരു ഭാഗ്യമായി തന്നെ കാണുന്നു. ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും എസ് എൻ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ ഡീനുമായിരുന്ന ഇപ്പോൾ കേരള കലാമണ്ഡലത്തിന്റെ വിസിയുമായ പ്രൊഫസർ ബി അനന്തകൃഷ്ണൻ സാറാണ് രാമാനുജൻ സാറിനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പരിചയപ്പെടുത്തുന്നത്. 2007 MBA സ്റ്റുഡൻസിന് വേണ്ടി സംവിധാനം ചെയ്ത ഭാസിന്റെ ഊരുഭംഗം എന്ന നാടക പഠനത്തിനും ആസ്വാദനത്തിനും ഒരുപോലെ വളരെ സ്വാധീനം ചെലുത്തിയ ഒരു നാടകമായിരുന്നു. അതിന്റെ ഒരു റിച്വൽപരമായിട്ടുള്ള കണ്ടെത്തലും ട്രഡീഷനും അതിന്റെ എലിമെന്റ്സും പിന്നെ അതിന്റെ റിപ്പിറ്റേഷനും സ്റ്റേജ് ഡിസൈനും ലൈറ്റിന്റെ സാധ്യതകളും പിന്നെ ആക്ടേഴ്സിന്റെ ഉപയോഗപ്പെടുത്തലും ആക്ടേഴ്സിന്റെ ബോഡിയും മൈൻഡും അതുപോലെ ശബ്ദവും ഉപയോഗപ്പെടുത്തലും അതിന്റെ ഒരു എസ്തെറ്റിക് സ്വഭാവം നിലനിർത്തിക്കൊണ്ട് സൗന്ദര്യബോധത്തെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു വലിയ അവതരണം തന്നെയായിരുന്നു ഊരുഭംഗം. സമൂഹത്തിന് അപകടകരമാക്കുന്ന കാപഠ്യം നിറഞ്ഞ മനുഷ്യന്റെ ചെയ്തികളുടെ മുഖമൂടി വലിച്ചു മാറ്റി സത്യത്തിന്റെ നീതിബോധത്തെ തുറന്നു കാട്ടുന്ന മാസ്ക് എന്ന ഒരു ഡിവൈസ് പെർഫോമൻസ് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ പഠിപ്പിക്കുന്ന സാറിന്റെ നാടകത്തിലൂടെയുള്ള മറ്റൊരു മുഖമായിരുന്നു ഞങ്ങളുടെ സ്റ്റുഡൻസിന് അനുഭവിക്കാൻ കഴിഞ്ഞത്. എടുത്തു പറയേണ്ട ഒന്ന്, 2011 ISTR കോൺഫറൻസ്, ഇന്ത്യൻ സൊസൈറ്റി ഫോർ തിയേറ്റർ റിസർച്ച് 7th തിയേറ്റർ റിസർച്ച് കോൺഫറൻസിൽ കൊളോണിയൽ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യൻ തിയേറ്റർ എന്ന വിഷയത്തെ ആസ്പദമാക്കി മുഖ്യ പ്രഭാഷണം നടത്തിയതും അതിലൂടെ ഇന്ത്യൻ നാടക ചരിത്രത്തെക്കുറിച്ചും നവീന നാടക സങ്കല്പം, സംസ്കാരം, അക്കാദമിക് സമ്പ്രദായങ്ങൾ, വേറിട്ട കാഴ്ചപ്പാടുകൾ, അതിന്റെ സ്വീകാര്യത ഒക്കെ നിറഞ്ഞ ചരിത്രപരമായ നാടക അറിവിന്റെ മനസ്സ് തുറക്കലായിരുന്നു ആ പ്രഭാഷണത്തിൽ. സാഹിത്യത്തിന്റെ അഡാപ്റ്റേഷൻ, അതിന്റെ സാധ്യതകൾ പഠിപ്പിക്കുന്ന മറ്റൊരു സ്റ്റുഡൻസ് പ്രൊഡക്ഷൻ ആയിരുന്നു ഹിന്ദി അഡാപ്റ്റേഷൻ മൃത്യുജാൽ. സഖി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ഇംഗ്ലീഷ് റൈറ്ററായ H.H. മൺറോയുടെ ദ ഡെത്ത് ട്രാപ്പ്, അത് അതിന്റെ ഗ്രീക്കിന്റെ ഒരു പശ്ചാത്തലത്തിൽ സാർ സംവിധാനം ചെയ്ത നാടകമായിരുന്നു. അഡാപ്റ്റേഷൻ ചെയ്തത് എൻ്റെ വൈഫും അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ പാസ്ഔട്ടും ആർട്ടും ഡയറക്ടറും നിഭ തിയേറ്റർ എൻസിമ്പിൾ ഹൈദരാബാദിന്റെ ഫൗണ്ടറുമായ നസ്രിൻ ഇസ്ഹാഖായിരുന്നു. ഞങ്ങൾ സാറിനെ കാണാൻ ഹോസ്റ്റലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ പോകുമ്പോൾ സാറ് പറഞ്ഞു കൊടുക്കുന്ന രീതി, അഡാപ്റ്റേഷൻ ചെയ്യുന്ന വേളയിൽ ശബ്ദങ്ങളുടെ അല്ലെങ്കിൽ വാക്കുകളുടെ അല്ലെങ്കിൽ സംഭാഷണത്തിന്റെ അടുക്കും ചിട്ടയും ഒതുക്കും വളരെ സൂക്ഷ്മതയോട് ഒറിജിനൽ ടെക്സ്റ്റിന്റെ മൂല്യം ചോർന്നു പോകാതെ അതേ പ്രാമുഖ്യത്തിൽ പറഞ്ഞു കൊടുക്കാനുള്ള സാറിന്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒരു വളരെ വലുതാണ്. അത്രത്തോളം നമുക്ക് അറിവ് തരുന്ന ഒരു മേഖല തന്നെയായിരുന്നു. സാറിന്റെ തമിഴ് പീർ ഗിൻഡ്, അത് ഒരു വലിയ അനുഭവം തന്നെയാണ്. 2015 ഫെബ്രുവരി 12 മുതൽ 16 വരെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് തിയേറ്റർ ആർട്സ്, എസ് എൻ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും സെന്റർ ഫോർ ഇബ്സൺ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി ഓസ്ലോ ചേർന്ന് നടത്തിയ ഇബ്സൺ ബിറ്റ്വീൻ ട്രഡീഷണൽ ആൻഡ് കണ്ടംപറേനിറ്റി എന്ന ആശയത്തിൽ പീർ ഗിൻഡ് സൈക്കിൾ പെർഫോമൻസിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ലാംഗ്വേജിൽ തമിഴ് ലാംഗ്വേജിനെ പ്രതിനിധീകരിച്ച് അവതരിപ്പിച്ച പീർ ഗിൻഡ് ഒരു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നാടക അനുഭവം തന്നെയായിരുന്നു. ഭാഷയുടെ ഊരുഭംഗത്തിന്റെ സാധ്യതകൾ ഇബ്സന്റെ പീർ ഗിൻഡിനോട് കൂട്ടിയോജിപ്പിച്ച് ഒരു പുതിയ തലം നൽകി. പ്രകൃതിയും അമ്മയും മക്കളും, അറിവും അനുസരണയും സത്യവും തിരിച്ചറിയലും എല്ലാം സാർവത്രികമായ ഒന്നാണെന്ന് ബോധിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നല്ല അവതരണമായിരുന്നു അത്. ആ നാടകത്തോടെയായിരുന്നു ഇബ്സൺ തിയേറ്റർ ഫെസ്റ്റിവൽ സമാപിച്ചത്. കർട്ടൻ കോളിന്റെ സമയത്ത് പ്രൊഫസർ അനന്തകൃഷ്ണൻ രാമാനുജൻ സാറിനെ ഓഡിയൻസിന് പരിചയപ്പെടുത്തുമ്പോൾ 2005 മുതൽ അല്ലെങ്കിൽ 2007 മുതലുള്ള സാറിന്റെ എല്ലാ ശിഷ്യന്മാരും സ്റ്റേജിലേക്ക് ഓടിയെത്തുന്ന ആ കാഴ്ച വളരെ വൈകാരികമായും കണ്ണു നനയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ആ ശിഷ്യന്മാർ അഭിമാനത്തോടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും സ്വന്തം നാടകവേദിയിലും അല്ലെങ്കിൽ ചിൽഡ്രൻസ് തിയേറ്റർ മേഖലകളിലും പഠിപ്പിക്കുന്നു എന്നറിയുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ രാമാനുജൻ സാർ കൊടുത്ത ആ നാടക ജീവിതം അർത്ഥപൂർണമായി ഭവിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു.
ഫെബ്രുവരി 13 ഡോക്ടർ അഭിഷ് ശശിധരൻ കോർഡിനേറ്റ് ചെയ്ത രാമാനുജ സാറിനോടൊപ്പം കുറച്ച് നിമിഷം എന്ന് നമ്മളുടെ സ്റ്റുഡിയോ തിയേറ്ററിനകത്ത് വെച്ച് നടത്തിയപ്പോൾ പ്രൊഫസർ അനന്തകൃഷ്ണൻ സാറും പ്രൊഫസർ NK ഭിക്ഷു സാറും ഡോക്ടർ സത്യവ്രത് റാവത്ത്, ഡോക്ടർ രവീന്ദ്രൻ, അങ്ങനെ പല ടീച്ചേഴ്സും അതുപോലെ സാറിൻ്റെ ഹൈദരാബാദിലുള്ള എല്ലാ ശിഷ്യന്മാരും കൂടെ പങ്കുകൊണ്ടു എന്നുള്ളതാണ്. I am a wealthy man. I am a wealthy man because my wealth is not money. My wealth is shishas. Plenty of shishas. അങ്ങനെ കുറേ ഓർമ്മകളും പരിശീലന മുറകളും കുറേ അറിവും പുതിയ ആശയങ്ങളും പരിശീലനങ്ങൾക്കും പ്രേരണ നൽകി എല്ലാവർക്കും സ്നേഹത്തോടെ ആ പുഞ്ചിരിയും നൽകി സാർ ഞങ്ങൾക്കും നാടകലോകത്തിനും ഒട്ടേറെ അനുഗ്രഹങ്ങളും നൽകി. രാമാനുജ സാർ ഇവിടെ ഈ തിയേറ്ററിൽ ഈ നാടകലോകത്ത് ഞങ്ങളോടൊപ്പം എപ്പോഴും